Hi friends, അങ്ങനെ എല്ലാവരും കാത്തിരുന്ന നത്തിങ് ഫോണിന്റെ നത്തിങ് ഫോൺ 2 എന്ന പുതിയൊരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണെന്ന് പറയാം. നമുക്ക് ആദ്യം ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ വരുന്നത് 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 20:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. ഈ ഒരു ഫോണിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ കളർ വേരിയൻസ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക്, മിൽക്ക് വൈറ്റ് എന്ന രണ്ട് കളർ വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ നത്തിങ് ഫോൺ 1, നത്തിങ് ഫോൺ 2 അതിൽ കൊടുത്തിരിക്കുന്ന ഗ്ലിച്ച് ഇന്റർഫേസ് ഇതിലും കൊടുത്തിട്ടുണ്ട്. അതായത് ഫോണിന്റെ ബാക്കിൽ ലൈറ്റ് കത്തുന്ന എഫക്ട് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഫോൺ 5G ഫോണാണ്. 13 5G ബാൻഡ്സ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8GB 128GB, 8GB 256GB, 12GB 256GB എന്ന 3 വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. LPDDR4X റാം ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല, മെമ്മറി കാർഡ് സപ്പോർട്ട് അല്ല. പിന്നെ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വെർച്വൽ റാം എന്ന് പറയുന്ന ഫീച്ചർ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോൺ ഹീറ്റ് ആവാതിരിക്കാൻ വേപ്പർ ചേമ്പർ കൂളിംഗ് എന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ഇനി പ്രോസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ള MediaTek Dimensity 7200 എന്ന പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത്. നത്തിങ് OS ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ f1.8 അപ്പർച്ചർ വരുന്ന മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 50 മെഗാപിക്സലിന്റെ f2.2 അപ്പർച്ചർ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിന്റെ f2.2 അപ്പർച്ചർ വരുന്ന ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 45 വാട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ USB Type-C ചാർജിംഗ് പോർട്ടായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ബോക്സിൽ ചാർജർ വരുന്നില്ല, ചാർജർ ആണെങ്കിൽ സെപ്പറേറ്റ് വാങ്ങണം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ കാര്യമായ ഫീച്ചേഴ്സ് സ്പെസിഫിക്കേഷൻസ് ഒന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. അത്യാവശ്യം നോർമൽ ഒരു നല്ല ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 8GB 128GBയുടെ പ്രൈസ് വരുന്നത് 23,999 ആണ്. പിന്നെ 8GB 256GB വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് 25,999 ആണ്. പിന്നെ 12GB 256GBയുടെ പ്രൈസ് വരുന്നത് 27,999 ആണ്. ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യമായ ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണെന്ന് പറയാം. ബ്ലോട്ട് വൈസ് അതൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. ഇനി ഇതൊരു ഗെയിമിംഗ് ഫോൺ ഒന്നുമല്ല, നോർമൽ യൂസിന് ഈ ഒരു ഫോൺ ഓക്കെയാണ്. നത്തിങ് ഫോൺ 1, 2 ഒക്കെ എടുത്തവർക്ക് അറിയാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഫോണാണ്. ആസ് യൂഷ്വൽ ഫോണിന്റെ ബാക്കിൽ ലൈറ്റ് കത്തുന്ന ഫീച്ചർ ഈ ഒരു ഫോണിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസിൽ കുഴപ്പമില്ല. പിന്നെ വേറെ ഫോൺ ഓപ്ഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാം. അതായത് നല്ല ഗെയിമിംഗ് ഫോൺ, ക്യാമറ ഫോണൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് വേറെ ഫോൺ ഓപ്ഷൻസ് നോക്കാം. നോർമൽ യൂസ്, ആഡ്സ്, ബ്ലോട്ട് വൈസ് ഒന്നും താല്പര്യമില്ലാതെ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. കുഴപ്പമില്ലാത്തൊരു ഫോണാണ്.